എൻ്റെ പേര് സലീം, കരുവന്നൂരാണ് വീട്. ഞാൻ 15 വർഷമായി എറണാകുളം ഗുരുവായൂർ റോഡിലോടുന്ന കൃഷ്ണ ബസ്സിലെ കണ്ടക്ടറാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 2 ഞായറാഴ്ച കാലത്ത് 9 മണിക്ക് വണ്ടി കൊടുങ്ങല്ലൂരെത്തിയപ്പോൾ കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ എന്നോട് വന്ന് നിൻ്റെ പേരിലൊരു പരാതി ഉണ്ടെന്നും ഇന്ന് 4 മണിക്ക് ഹാജരാവണമെന്നും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വേറൊരു കണ്ടക്ടറെ അറേഞ്ച് ചെയ്ത് 3:10 തന്നെ ഹാജരാവുകയും 4:30 ആയപ്പോൾ SI വരികയും പോലീസുകാരൻ ബസ്സുകാരൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിളിച്ചു, നീ അവിടെയിരിക്കും, ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. വീണ്ടും 6:30 ആയപ്പോൾ വന്നു. അപ്പോൾ തന്നെ പോയി, നീ അവിടെയിരിക്കുന്നു പറഞ്ഞു. വീണ്ടും 8:45 വരെ ഇരുത്തിയിട്ട് നീ ഒരു കാര്യം ചെയ്യും, 9 മണിക്ക് നാളെ 9 മണിക്ക് 10 മണിക്ക് വന്നാൽ എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 10 മണിക്ക് ചെല്ലുകയും 10 മണിക്ക് ചെന്നപ്പോൾ 12 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. 12 മണിക്ക് ചെന്നപ്പോൾ വീണ്ടും പരാതിക്കാർ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നീ 1 മണിക്ക് ശേഷം വന്നാൽ മതി എന്ന് പറയുകയും ചെയ്തു. ഒരു 1:15 പരാതിക്കാരിയും വേറെ ഒരു സ്ത്രീയും 3 കുട്ടികളടക്കം അവിടെ വരികയും SIയോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ ഇവരാണ് പരാതിക്കാരെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ അവരോട് ടിക്കറ്റ് എടുക്കണം, 3 കുട്ടികൾക്ക് കൂടി ഒരു ടിക്കറ്റും ഈ സ്ത്രീക്ക് ഒരു ടിക്കറ്റ്, അങ്ങനെ മൊത്തം 2 ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ടിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല, ഇയാൾക്ക് എന്താണ് ഇത്ര നിർബന്ധം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കമ്പനി നിയമം അങ്ങനെയാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ടിക്കറ്റ് വേണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അടുത്ത സ്റ്റോപ്പായ പെട്രോൾ പമ്പ് സ്റ്റോപ്പിനോട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇങ്ങനൊരു സംഭവം അവരെ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അല്ലാണ്ട് അവരോട് ഞാൻ വേറെ അനാവശ്യമായി ഒന്നും പറയുകയുണ്ടായിട്ടില്ല. അവർക്ക് പോലീസുകാരായിട്ട് എന്തോ ഒരു ചെറിയ ബന്ധമുള്ള അടിസ്ഥാനത്തിലാണ് പരാതി ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അവരോട് സംസാരിച്ചിട്ട് ഇവരോട് പുറത്തിരിക്കാൻ പറയുകയും SI എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് കൃഷ്ണക്കാരെ ഞാൻ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. മധുരം SI എൻ്റെ കൂട്ടുകാരനായ മിഥുനെതിരെ പോസ്റ്റർ ഒട്ടിച്ചവരാണ് ഇവർ എന്ന് പറയുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, അത് BMS യൂണിയനാണ് സമരം പ്രഖ്യാപിച്ച്, ഞാൻ CPI-കാരനായ ITC യൂണിയനിൽപ്പെട്ട ആളാണെന്ന് പറയുകയും ചെയ്തു. അതൊന്നും കേൾക്കാതെ എൻ്റെ ഇടത് കൈ പിടിച്ച് തിരിക്കുകയും കുനിച്ച് നിർത്തി ഒരു 5-8 പ്രാവശ്യം മുട്ടുകൈ കൊണ്ട് ഇടിക്കുകയും മറ്റു പോലീസുകാരോട് 2 പോലീസുകാരോട് വിളിച്ച് ഇടിക്കാൻ പറയുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം 6:30-ക്ക് 118 വകുപ്പ് കേസ് ചാർജ് ചെയ്ത് CPI-യിലെ വിപിനചന്ദ്രനും അബ്ദുൽ സലാമും വന്ന് തന്നെ ജാമ്യത്തിലിറക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു രാത്രി 9 മണിയായപ്പോൾ എനിക്ക് ഭയങ്കര വേദന അനുഭവപ്പെടുകയും കഴുത്ത് തിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ മെഡിക്കൽ കെയർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്.